ഡോക്ടർ തോമസ് ഐസക്കിനെ നമ്മൾ എത്രയോ കാലമായി, ഒരു 20 വർഷത്തിലേറെ കാലമായി ഒരു പാർലമെൻറ്റേറിയൻ എന്ന നില, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കാണുന്നു. പക്ഷേ ഓർമ്മയുണ്ടോ, ആലപ്പുഴയിലെ മാരാരിക്കുളത്ത് മണ്ഡലം പിടിക്കാൻ താങ്കളെ പാർട്ടി CPIM ഇറക്കുന്നു. അന്ന് അദ്ദേഹം പൊതുമണ്ഡലത്തിൽ SFIയുടെ ഒരു ദീർഘകാല പ്രവർത്തനത്തിനൊക്കെ ശേഷം കുറച്ചുകൂടി വേറൊരു നിലയിൽ നിന്നിട്ട് കുറച്ചുകൂടി ഒരു ബുദ്ധിജീവി പരിവേഷത്തിൽ നിന്ന് നേരെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു. ആ മണ്ഡലത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കുന്നു. അവിടെ നിന്നുണ്ടായ ഒരു മത്സരത്തിൻ്റെ ഒരു ഓർമ്മയുണ്ടല്ലോ. അത് കഴിഞ്ഞത് പിന്നീട് ആലപ്പുഴയാകുന്നു അല്ലേ? അന്ന് എനിക്ക് കുറച്ചും കൂടി ഉറച്ച മണ്ഡലമാവുന്നതാണ് നല്ലത് എന്നായിരുന്നു പാർട്ടി നേതൃത്വത്തിൽ പലരും അഭിപ്രായപ്പെട്ടത്. ഇതുപോലൊരു ആയിരുന്നു അത് റിസ്ക് അവിടെ ഉണ്ടായിരുന്നു. VS തോറ്റതിന് ശേഷം മണ്ഡലം പിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പക്ഷെ ഞാനത് മാരാരിക്കുളം മതി എന്ന് ശടിച്ചത് വേറൊന്നും കൊണ്ടല്ല. കഞ്ഞിക്കുഴി, മാരാരിക്കുളം തെക്ക്, മാരാരിക്കുളം വടക്ക്, ആര്യാട്, ഇങ്ങനെയുള്ള പഞ്ചായത്തുകൾ ജനകീയാസൂത്രണ കാലത്ത് മഹാ അത്ഭുതങ്ങൾ ചെയ്ത പഞ്ചായത്തുകളാണ്. അപ്പം അവരോടൊപ്പം പ്രവർത്തിക്കാം. ആ മോഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ മാരാരിക്കുളം, ആ മോഹം കൊണ്ടാണ് ഞാൻ അവിടെ തന്നെ മതി എന്ന് നിലപാടെടുത്തത്. പക്ഷെ എല്ലാവരും അത്ഭുതപ്പെടുത്തിയ ഒരു തീരുമാനമായിരുന്നു കേട്ടോ അന്നത്. അതെ, പലർക്കും എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നുണ്ട്. VS തോറ്റ മണ്ഡലത്തിലേക്ക് തോമസ് ഐസക്കോ എന്നൊരു ചോദ്യം ഒന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ആളുകൾക്ക് ഒരു പ്രതീക്ഷ കൊടുത്തു. അവർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും മെച്ചപ്പെടുത്താം, മുന്നോട്ട് കൊണ്ടുപോകാം. പത്തനംതിട്ടയിലും അങ്ങനെ ഒരു പ്രതീക്ഷ മുന്നോട്ട് പോയി. ഈ പത്തനംതിട്ടയിലെ പഞ്ചായത്തുകളുമായി ഡോക്ടർ ഐസക്കിന് കാലങ്ങളായിട്ടുള്ളൊരു ബന്ധമുണ്ടോ? ഞാൻ അതും കേട്ടു. അതായത് ഈ ജനകീയാസൂത്രണത്തിൻ്റെ ആ വരവിൻ്റെ കാലത്ത് ഇവിടുത്തെ പഞ്ചായത്തുകളിലെത്തി അന്നു മുതലേ ജനകീയാസൂത്രണം തന്നെ ഇപ്പോൾ എത്രയോ വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു ബന്ധം ഇവിടുത്തെ പഞ്ചായത്തുകളുമായി താങ്കൾക്കുണ്ടോ? ജനകീയാസൂത്രണം മുമ്പ് തന്നെ 93-4 ഞാൻ ആദ്യം ഇവിടെ വരുന്നത് മെഴുവേലി പഞ്ചായത്തിൽ വിഭവകൂട നിർമ്മാണത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി ഞാൻ മെഴുവേലി താമസിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇങ്ങനെ പലപ്പോഴും നല്ല പഞ്ചായത്തുകളിലൊക്കെ വരികയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഭാഗ്യവശാൽ ഒരു 2000 ആയപ്പോഴത്തേനും 2010 ആയപ്പോഴേക്കും ഈ ഫേസ്ബുക്കിൽ കയറി. ഫേസ്ബുക്ക് എനിക്കൊരു ഡയറി പോലെയാണ്. അന്നൊന്ന് നടക്കുന്ന എന്തെങ്കിലും എഴുതിയിടും. അപ്പോൾ ഞാനിപ്പോൾ പത്തനംതിട്ട ഡയറി പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ പല ഘട്ടങ്ങളിൽ ഞാൻ വന്നപ്പോൾ കണ്ട മനുഷ്യന്മാരും കണ്ട പഞ്ചായത്തും ചെയ്ത കാര്യങ്ങളും പ്രസംഗങ്ങളും എല്ലാം പറയാൻ പറ്റില്ല, എങ്കിലൊരു 100 അനുഭവങ്ങൾ ഇത്തരത്തിൽ പുസ്തകമായിട്ട് ഇറക്കാൻ പോയാൽ പത്തനംതിട്ടയിലെ പഞ്ചായത്തുകളുമായി അല്ലെങ്കിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള മുൻ അനുഭവങ്ങളുടെ. അതെ അതെ അതെ. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവുമോ? അതിപ്പോൾ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി അടുത്ത ആഴ്ച ഇറങ്ങും. എത്രാമത്തെ പുസ്തകമാണ് ഈ കഴിഞ്ഞ പോസ്റ്റിൽ? 56-ാമത്തെ പുസ്തകം. 57-ാമത്തെ പുസ്തകം ഇവിടെ വരും കേട്ടോ. 57-ാമത്തെ പുസ്തകം ഇതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഗ്രന്ഥവും കൂടി തയ്യാറാക്കുന്നുണ്ട്. 2 പുസ്തകങ്ങളും കൂടി പുതുതായിട്ട് മലയാളത്തിൽ ഈ ക്യാമ്പയിനിൽ ഇറങ്ങും. 2 പുസ്തക വണ്ടികളുണ്ടാവും. രണ്ടാമത്തെ പുസ്തകം നീണ്ട വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഒരു 6-7 നീണ്ട ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി വാരികയിൽ, ദേശഭൂമി വാരികയിൽ, മറ്റു സ്ഥലങ്ങൾ. അതെല്ലാം സമാഹരിച്ച് നമ്മുടെ മനോജ് പുതിയവിള എഡിറ്റ് ചെയ്ത് ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ 2 പുസ്തകങ്ങൾ ഇവിടെ ഇറങ്ങും. അപ്പം ക്യാമ്പയിനിൽ എല്ലാ തവണയും പോലെ ഇത്തവണയും പുസ്തക വണ്ടി ഉണ്ടാവും. 2 വണ്ടികൾ നമ്മുടെ പുസ്തകങ്ങളെല്ലാം വെച്ച് ടൂർ ചെയ്യും. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കാനെന്നും പറഞ്ഞ് 1 ദിവസം 2 ദിവസം എല്ലായിടത്തും ഇലക്ഷനില്ലേ, ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. പലർക്കും മോഹം 2 ദിവസം ഇവിടെ വരും, ഇവിടെ നിൽക്കണം. അപ്പോൾ അവർക്ക് പുസ്തകം വിൽക്കാൻ പോവാം. ഈ വണ്ടി ഓരോ സ്ഥലത്ത് നിർത്തും, വീടുകളും കടകളും കയറി പുസ്തകം വിൽക്കും.